പെർഫെക്ഷനിസം എന്നൊക്കെ പറഞ്ഞാൽ പെർഫെക്ഷനിസം അറ്റ് ദ പീക്ക് ഇതായിരുന്നു എൻ്റെ പ്രശ്നം. ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ ദിവസം തന്നെ എൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സാഹചര്യം കൊണ്ടോ അത് ചെയ്യാൻ കഴിയൂല. അതിന് ഞാനിങ്ങനെ സങ്കടപ്പെടും. ഓ, ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഇനി എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫുള്ള് ദിവസം തന്നെ ഞാൻ വേസ്റ്റ് ആക്കും. ഫോണിൽ കളിച്ചിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യൂല. എൻ്റെ മെയിൻ ബിലീഫ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ എന്നെ എത്രത്തോളം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം എനിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. പക്ഷേ അതായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്. ഡോക്ടർ ക്രിസ്റ്റിൻ നെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ റിസർച്ചിനെ പറ്റി കുറച്ച് വായിച്ചപ്പം എനിക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടി. അദ്ദേഹം റിസർച്ച് ചെയ്യണത് സെൽഫ് കമ്പാഷനെ പറ്റിയിട്ടാണ്. സെൽഫ് കമ്പാഷനെ പറ്റിയിട്ട് അദ്ദേഹം പറയണത് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ വലിയ വലിയ ഫെയിലിയേഴ്സ് വന്നാൽ പോലും നമ്മളെ തന്നെ എത്രത്തോളം നല്ല രീതിക്ക് ലൈക്ക് കൈൻഡ്നെസ്സോടെ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യണത് അത്രത്തോളം പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് ഓവർകം ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷനും അതിൽ നിന്ന് കിട്ടുമെന്നാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫീലിംഗ് വരികയാണെങ്കിൽ ഞാൻ അത് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയല്ലോ എന്നുള്ളൊരു ഫീല് വരികയാണെങ്കിൽ യു ക്യാൻ റീഫ്രെയിം ഇറ്റ് ലൈക്ക് ദിസ്. യെസ്, പറ്റിപ്പോയിട്ടുണ്ട്, ചെയ്തിട്ടില്ല, മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യാൻ കഴിയും, ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് എന്തിനി ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു തോട്ട് മനസ്സിൽ കൊടുത്താൽ ഈ കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഗിൽട്ട് ഉണ്ടല്ലോ അതന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും എനർജി ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഇതേപോലെ തന്നെ നിങ്ങൾ പെർഫെക്ഷനിസം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ.